ഹായ് ഫ്രണ്ട്സ്, പ്ലസൻറ്റ് ബെറ്റർ ടുമോറോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ് വന്നു പോയതിനു ശേഷം പല ആളുകളിലും വിട്ടുമാറാതെ ചുമ നിലനിൽക്കുന്നതായി കാണാം. ഇങ്ങനെയുള്ള ചുമ ഒരുപക്ഷെ മാറാനോ കുറയാനോ ഈ ഡ്രിങ്ക് സഹായിച്ചേക്കാം. എനിക്ക് കോവിഡ് വന്നു പോയതിനു ശേഷം ചുമ മാറാതെ നിന്ന സാഹചര്യത്തിൽ എൻ്റെ ഫ്രണ്ടായ ഷിബു സിയോണാണ് ഇങ്ങനെയൊരു റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത്. ഞാനിത് ഉപയോഗിക്കുകയും നല്ല വ്യത്യാസം കണ്ടതിനാലാണ് എല്ലാവരുടെയും അറിവിലേക്ക് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ആദ്യമായി 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലേക്ക് കറുകപ്പട്ട ഈ ഒരളവിൽ ചെറിയ പീസുകളായി ഒടിച്ചിടുക. അതിലേക്ക് 3-4 തണ്ടോളം നല്ലോണം കഴുകിയെടുത്ത പുതിനയില ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു 1/4 ഗ്ലാസ് ആവുന്നവരെ തിളപ്പിച്ചെടുക്കുക. ചുമ മാറുന്നതിനോടൊപ്പം തന്നെ ഇതിന് ചില പ്രയോജനങ്ങളും കൂടെ അതുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഇതിൽ മിൻറ്റ് ലീഫ് ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾക്കും കോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഈ ഒരു ഡ്രിങ്ക് വളരെ നല്ലതാണ്. അതുപോലെ ഇതിൽ കറുകപ്പട്ടയുള്ളതിനാൽ നമ്മളുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും ഭാരം കുറയാനും ഇത് സഹായിക്കും. ഈ ഒരു ഡ്രിങ്ക് ദിവസവും 1-2 പ്രാവശ്യം ഇളം ചൂടോടെ കുടിക്കുന്നത് നേരത്തെ പറഞ്ഞ പ്രയോജനങ്ങൾ ലഭിക്കാൻ നല്ലതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലെ അറിവിലേക്ക് എത്താനായി ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.